KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ സണ്ണി ജോസഫ്, ഏറ്റവും പ്രധാനമായി വനം മന്ത്രിയുടെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് വനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപകടം നിലമ്പൂർ അറിയും മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നുവെന്നാണ് അല്പസമയം മുൻപ് അദ്ദേഹം പ്രതികരിച്ചത്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? അത് ഒന്നാമത് അല്പത്തമാണ്, വിവരക്കേടാണ്, ക്രൂരതയാണ്. മന്ത്രി ഇത് പിൻവലിച്ചു മാപ്പ് പറയണം, അല്ലെങ്കിൽ തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കാം. മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കേരളത്തിലെ മനുഷ്യജീവനുകൾ വന്യമൃഗ ശല്യം കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ മന്ത്രിക്ക് കഴിയുന്നില്ല. മന്ത്രി വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്തടിസ്ഥാനത്തിലാണ്? കേരളത്തിലൊരു വാർത്ത അറിയാൻ മലപ്പുറത്തിന്റെ ഭാഗമാണ് നിലമ്പൂര്. നിലമ്പൂര് നടന്ന ഒരു ദാരുണ സംഭവം മലപ്പുറത്ത് അറിയാൻ എത്ര മിനിറ്റ് വേണം? ഒരു മൊബൈൽ ഫോൺ വിളിക്കാൻ, ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ, ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരാൻ, ഒരു ചാനലിൽ ഒരു വാർത്ത വരാൻ എത്ര സമയം വേണം? മന്ത്രി ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഈ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാൻ മന്ത്രി തയ്യാറാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് അത് പിൻവലിക്കണം. അതിന് തന്നെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് മന്ത്രിയുടെ മാത്രം വാക്കുകളല്ല. ഏറ്റവും പ്രധാനമായി CPM സംസ്ഥാന സെക്രട്ടറി പോലും വനം മന്ത്രിയുടെ വാക്കുകളെ ചേർത്ത് പിടിക്കുകയാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അതുമാത്രമല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത സെറ്റാണ് എന്ന് പോലും പറഞ്ഞു വെച്ചു MP ഗോവിന്ദൻ. അത് ഗോവിന്ദൻ മാസ്റ്റർ മറവിയാണ് അദ്ദേഹത്തിന്. കേരളത്തിലെ CPM ഓരോ വിഷയത്തിലും നടത്തിയിട്ടുള്ള അക്രമ സമരങ്ങൾ ഓർമ്മിക്കണം. നിയമസഭ തല്ലിപ്പിടിച്ചത് ഓർക്കണം. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുത്തിയത് ഓർമ്മിക്കണം. വസ്തുവകൾ നശിപ്പിച്ചത് ഓർക്കണം. എന്നിട്ട് സമാധാനപരമായിട്ട് സമരം നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഗൂഢോദ്ദേശം ഗോവിന്ദൻ മാഷ് ഉരുണ്ടെളിച്ച് ചെയ്തോട്ടോ, നിങ്ങൾ പറയണ്ട. ഗോവിന്ദൻ മാഷെ വാർത്താ സമ്മേളനം ഞാനും കണ്ടു. എന്താ അദ്ദേഹത്തിന് ക്ലാരിറ്റി ഇല്ല. മന്ത്രി അബദ്ധം പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. എന്നാൽ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഗോവിന്ദൻ മാഷ് ഉറച്ചു നിൽക്കുന്നുമില്ല. അതുകൊണ്ട് ഉരുണ്ടെളിക്കരുത്. വ്യക്തമാക്കട്ടെ. ഗോവിന്ദൻ മാഷോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, മന്ത്രിയുടെ പ്രസ്താവനയെ ഗോവിന്ദൻ മാഷ് അംഗീകരിക്കുന്നുണ്ടോ? ക്ലിയർ കട്ടായിട്ട് പറയട്ടെ, സ്വർണ്ണോ. ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമില്ല. ഈ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് പറയാൻ മാത്രം മന്ത്രിക്ക് എന്ത് തെളിവ് കിട്ടി? എന്തടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞു? ആരന്വേഷിച്ചു? എന്തടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞു? ലെറ്റ് ഹിം പ്രൂവ് ഇറ്റ്. ഐ ചലഞ്ച് ഹിം. അദ്ദേഹം തെളിയിക്കട്ടെ. ആ ആരോപണം എന്തായാലും ഉന്നയിച്ചു കഴിഞ്ഞു. അതിനെ എങ്ങനെ നേരിടാനാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും നീക്കം? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് മന്ത്രിയെ. തെളിയിക്കാൻ വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ രാജിവെക്കാൻ ആവശ്യപ്പെടുകയാണ്. തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണം, പരസ്യമായിട്ട് മാപ്പ് പറയണം. ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിലാണ് എതിർ സ്ഥാനാർത്ഥിയെ UDF-നെതിരെ, എതിർ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചതെങ്കിൽ മന്ത്രി അതിലൊന്നുകിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ അദ്ദേഹം തെളിയിക്കണം. ഗവൺമെന്റ് തെളിയിക്കണം, മുഖ്യമന്ത്രി തെളിയിക്കണം. ഇല്ലെങ്കിൽ അദ്ദേഹം മാപ്പ് പറയാൻ ഉള്ള മാന്യത കാണിക്കണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന വിഷയമാക്കി ഉയർത്താൻ തന്നെയാണോ UDF-ന്റെ തീരുമാനം? അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ പ്രക്ഷോഭം ശക്തമാക്കാനാണോ മുന്നണിയുടെ തീരുമാനം? ഞങ്ങൾ നേരത്തെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അല്ലാതെ തന്നെയും കേരളത്തിലെ മനുഷ്യ നിന്നനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വന്യജീവി അക്രമങ്ങളിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും വരുന്ന നാശനഷ്ടങ്ങൾ, ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് 4 അടിയന്തര പ്രമേയം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കൊണ്ടുവന്ന പ്രതിപക്ഷമാണ്. രണ്ടെണ്ണം ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. 4 അടിയന്തര പ്രമേയം. ഒരു 10 തവണയെങ്കിലും നിയമസഭാ രേഖയിലുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. വന്യമൃഗ ശല്യത്തിന്റെ രൂക്ഷത ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ 10 തവണയെങ്കിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ അടിയന്തര പ്രമേയം ഒന്നും ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയിട്ടില്ല. മലയോര യാത്ര കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ജനപിന്തുണയോടെ മലയോര യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി സമരങ്ങളിൽ പ്രാദേശികമായിട്ട് കേരളത്തിലെ UDF-ന്റെ നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ട്. ഞാനൊരു 10 സമരമെങ്കിലും എന്റെ നിയോജകമണ്ഡലത്തിന്റെ ഫോറസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും സമരം നടത്തിയിട്ടുണ്ട്. കേന്ദ്രീകരിച്ച് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സഭാവേദികളിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഇലക്ഷനിലും ഇത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ വിഷയങ്ങളിൽ ഒന്ന്. അതിന് പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലം ആവശ്യമില്ല. എന്നാൽ പുതിയ സംഭവം ഉൾപ്പെടെ ചർച്ചാ വിഷയമാകുന്ന കാര്യത്തിലും സംശയം വേണ്ട. തീർച്ചയായും ഇതിന് പിന്നിൽ ഗൂഢാലോചന സംഘമുണ്ട് എന്ന് പറഞ്ഞു വെച്ചു MP ഗോവിന്ദൻ. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പഞ്ചായത്ത് മെമ്പറൊപ്പം വൈസ് പ്രസിഡന്റും ഉണ്ട്, അത് സ്ഥാനാർത്ഥിയുടെ അടുത്ത സുഹൃത്താണെന്ന് പറയുന്നു. UDF സ്ഥാനാർത്ഥി അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത്. എന്താണ് ആ വിഷയത്തിൽ പ്രതികരണം?
യെസ്, സണ്ണി ജോസഫ് യാത്രയിലാണ്. അതിന്റെ ടെലിഫോൺ ചില തകരാറുകൾ ഉണ്ടെന്നാണ്, റേഞ്ചിന് ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, എന്തായാലും വനം മന്ത്രിയുടെ പ്രസ്താവന പാടെ തള്ളിക്കളയുകയാണ് UDF. സണ്ണി ജോസഫ്